ഹായ്, ക്ലാസ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ചെറിയ മേക്കപ്പൊക്കെ ഇട്ട് ഞങ്ങളിന്ന് ശംഖുമുഖത്ത് പോവാണ്. ഞങ്ങളുടെ ബാച്ചിൽ 15 പേരുണ്ട്. പക്ഷെ പ്ലാൻ ചെയ്ത് എടുത്തൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ 7 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പോകാനായിട്ട് ശംഖുമുഖത്ത്. അപ്പം ഞാൻ, സുഹാന, അപർണ, അശ്വതി, സജന, ഷംന, മോസിന, ഞങ്ങൾ 7 പേരാണ് ഇന്ന് പോകുന്നത് ശംഖുമുഖത്ത്. സൺസെറ്റ് കാണണമെന്നുള്ള മെയിൻ എയിമോടുകൂടിയാണ് നമ്മളിന്ന് ശംഖുമുഖത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ന്യൂ ഇയറിൻ്റെ സമയത്ത് ഒരു തവണ ശംഖുമുഖം പോയായിരുന്നു. ഇവിടെ നിന്ന് ഫസ്റ്റ് കണ്ടുപിടിച്ചൊരു ചായക്കടയാണ്. അപ്പം നമ്മളിവിടെ കയറി ചായ വാങ്ങി കുടിച്ചു. ഞാനും അവരുടെ സജനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചായ പ്രേമികൾ. അപ്പം ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരും ഉപ്പിലിട്ട് സാധനം കഴിക്കാനായിരുന്നു പോയത്. പക്ഷേ ഈ ചായ എത്ര പോരായിരുന്നു, എനിക്കങ്ങോട്ട് ചായ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇവിടുത്തെ. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ ബീച്ചിൻ്റെ അങ്ങോട്ട് നടന്നു. അപ്പോൾ അവിടെയാണ് കുറച്ച് കമ്മൽ കടയൊക്കെ കണ്ടത്. അപ്പോൾ കമ്മൽ കണ്ടാൽ നമ്മൾ നോക്കാതെ പോകത്തില്ല. അപ്പോൾ കമ്മലൊക്കെ കണ്ട്. ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കുട്ടിത്തമുള്ള ഒരാളാട്ടോ. ഇവളുടെ ഈ കാട്ടായം കണ്ടിട്ട് ആ പിള്ളേർ വരെ അവിടെ ചിരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു റീൽസൊക്കെ എടുത്തു, കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയി. അപ്പോഴത്തേക്കിനും സൺസെറ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോയ വഴിക്ക് വെള്ളം കിടക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ വെള്ളത്തിക്കിടി ഒരു വഞ്ചിപ്പാട്ടും അങ്ങ് പാടി. ഞാൻ ഇളങ്കല്ല് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ, ഉള്ളിക്കുയിലേ, ഉഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ, കഞ്ഞത്തില് മീനും പിടിക്കണം, വേമ്പനാട്ടു കായൽ തിരകൾ. അപ്പോഴേക്ക് സമയം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് നടന്നു. ആ സമയപ്പോഴത്തേക്കിനും ബീച്ച് ഫുള്ള് ലൈറ്റും കടകളും ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ തിരിച്ച് ബസ്സൊക്കെ കയറി ഞങ്ങൾ അങ്ങനെ പോയി. ബായ്.